ചിറക്കര പഞ്ചായത്തിലെ പോളച്ചിറയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കഴിഞ്ഞ വർഷം നടത്തിയ വടക്കാഞ്ചേരി മോഡൽ നെൽകൃഷി വൻ വിജയമായി. പോളച്ചിറ വറ്റിച്ച് കഴിഞ്ഞ തവണ 250 ഏക്കറിൽ ഒരുപ്പു കൃഷി ഇറക്കിയപ്പോൾ വിളവ് 100 മേനിയായിരുന്നു. സ്വന്തം ആവശ്യത്തിനു പുറമെ 250 ടൺ നെല്ല് ഇവർ പുറത്തു വിൽക്കുകയും ചെയ്തു. ഇത്തവണ കൃഷി ഇറക്കാനായി ചിറക്കര പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ മുടക്കി നെൽവിത്ത് വാങ്ങിയെങ്കിലും ചിറ വറ്റിച്ച് വിത്തിറക്കാൻ കഴിയില്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ചിറ വറ്റിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥലത്ത് കൊടിനാട്ടി. ചിറ വറ്റിച്ച് കൃഷി ഇറക്കുമ്പോൾ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന് കാട്ടിയാണ് ഡിവൈഎഫ്ഐ പരവൂർ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് കൊടിനാട്ടിയത്. വർഷങ്ങളായി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ കൃഷി ചെയ്യരുതെന്ന് പറയുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കർഷകരും ആരോപിക്കുന്നു. ഈ വെള്ളം എല്ലാ വർഷവും പറ്റിക്കുന്നില്ല. ഇത് പറ്റിക്കുകയും നമ്മൾ കൃഷി ഇറക്കുകയും ചെയ്യുന്നതും കൃഷി കൊയ്തെടുക്കുകയും ചെയ്യുന്നത്. സമരത്തിന് ഇതിന്റെ ബാക്കിൽ എന്തോ ദുരൂഹതകളുണ്ട്. ഇനി മണൽ മാഫിയ ദുരൂഹതയാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ഈ ഭൂമാഫിയകളാണോ എന്തോ, ഏതായാലും ഇതിന്റെ ബാക്കിൽ എന്തോ ഒരു ദുരൂഹത സാഹചര്യമുണ്ട്. അല്ല, കുടിവെള്ളം ഇതുമായിട്ട് താരതമ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമുള്ളതല്ല. കൃഷി നടത്തുന്നതിനെ അനുകൂലിച്ച് CPM പ്രാദേശിക നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ പാർട്ടിയിലും ഇത് സംബന്ധിച്ച് ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. ചിറയിൽ ബണ്ട് കെട്ടുന്നതിനായി നബാർഡ് 3,20 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ചിറ വറ്റിക്കാതെ ഈ പ്രവൃത്തിയും നടക്കില്ല. വിത്തിറക്കാനുള്ള സമയമായതോടെ കർഷകരും ഇപ്പോൾ ആശങ്കയിലായിരിക്കുകയാണ്. PL കിരൺ, മീഡിയ 1 കൊല്ലം.